എന്താ വേണ്ടത് സാർ? എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്? അതെന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ആരുടെ ഭാര്യ. സോറി സാർ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടുന്നാണോ ഡ്രസ് എടുക്കാറ്? അല്ല, ഞാനിവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയത്. വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ? അല്ല, വെറുതെ അല്ല. ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ട് സാരി. ടീച്ചർ എന്താ ഇവിടെ? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടുസാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ? അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് ഇഷ്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറെ? അതിനിത് പട്ടല്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ? സോറി. ഈ ചുരിദാറൊക്കെ എവിടെ? ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ. എക്സ്ക്യൂസ് മീ. ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ? ഇതതിന് ഹോട്ടലല്ലോ. ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലോ അല്ലേ? എങ്ങനെ നമുക്ക് ഇറങ്ങാം. അപ്പൊ സാരി? ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ. എന്താ ഒരു പരിഭ്രമം പോലെ? എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമവും ഇല്ല. എന്തിനാ പരിഭ്രമിക്കുന്നത്? ശരി, ഞാൻ നടക്കട്ടെ. ഓ, 4200 രൂപയോ? സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ആഹാ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോയില്ലേ മക്കളെ? 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയത്ത. അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയറഞ്ഞാഴിന്നാണോടോ പറയാ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും. എവിടത്തേക്കുള്ള ബസ്? അല്ല, എന്നിട്ട് കട പൂട്ടണേ. ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കുള്ളൂ. ഡോ കിഷൻകുട്ടി, മനുഷ്യനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകൂല. അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ. എവിടെയാണ് എനിക്ക് പോണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇജ്ജ് വേറെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ അർത്ഥക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്. വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി. സഫിയാത്ത, അത് ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയി അതെടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ. എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, എന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട് ഇത് ഉണ്ട്. എന്റെ മോൻ ബസീറിന്റെ മുറിയാ. വേറൊരാളെ നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്തെ എനക്ക്. വെക്കം കൈ അയ്യിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം. നമ്മള് ദാസനല്ലേ അത്? ദാസനാണല്ലോ. டிரைவர் கார் வாடகை எவ்வளவுப்பா? 100 രൂപ. நான் 200 ரூபாய் கொடுக்கிறேன். 100 ரூபாய் இனாம். കാരണം ഞാനിപ്പോ പഴയ കാരക്കൂടൽ ദാസനല്ലേ, പണക്കാരൻ. டேய், இங்க வாடா. இந்த கவலையில 2 ஏக்கர் സ്ഥലം വേണമല്ലോ. പെരിയ ഒരു പലചരക്ക് കട തുടങ്ങണം. തുടങ്ങിത്താൻ തീരുവേൻ. അല്ല, ഇതെന്താ പുലികലയോ? ഇവനിത് എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങ് മുത്തുമാരി കൗണ്ടർ, നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും. ആർക്ക്? ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാൽ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ, അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും, അന്താള് വട്ടി കൊടുക്കലേ. അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരൊറ്റ ഓട്ട ഇന്ത കത്തിയെടുക്കും. എന്നൊരലർച്ചയാ. വട്ടി താനേ വരും. തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല. അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ് തെരിയുമാ? അപ്പൊ അവിടെയും കത്തിപ്പരിപാടി ആയിരുന്നല്ലേ? ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ സുശീല? അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഞാൻ തന്നെ പല പണി നോക്കി. നാടകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം. ഒന്നിനും ഉറച്ചു വെക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ 4 കാലിൽ നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ. അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ടൂബിട്ട് ഇറങ്ങിയത്.
ശരിയാ സുശീല, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചുകൂടെ ഒഴിക്ക്. ഉം. ഞാനന്ന് സുശീലനോട് തെറ്റ് ചെയ്തു. പണം വാങ്ങിച്ചു. പക്ഷെ രമേശൻ നേരെ തല്ലാൻ പറ്റിയില്ല. അത് സാരല്ല, അയാൾ തിരിച്ചടിക്കുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? ആ, എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപ്പാളയത്ത് MGR പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണെൻ്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം. അതിനാ ഞാൻ വന്നത്. അതിനുള്ള പണവുമുണ്ട്. സുശീലൻ എൻ്റെ ആളായി നിന്ന് അത് നടത്തി തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല. ഒരു റൗഡി കരയുന്നോ?